കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. ഏഷ്യ ലൈവ് ടിവിയിലെ ഫെങ്ഷു പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. വളരെ സിമ്പിളായിട്ടുള്ള ഒരു ടിപ്സാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതും എന്നാൽ വളരെയധികം ഫലപ്രദമായിട്ടുമുള്ള ഒരു ടിപ്സാണ് ഇത് ഞാൻ പറയുന്നത്. പലതരത്തിലുള്ള പ്ലാന്റുകൾ നമ്മൾ വീടുകളിൽ ഇഷ്ടംപോലെ ഉപയോഗിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും നല്ലൊരു പ്ലാന്റാണ് തുളസി. അപ്പോൾ തുളസി വെക്കേണ്ടതായിട്ടുള്ള ചില സ്ഥലങ്ങളുണ്ട്, വെച്ചുകൂടാത്തതായിട്ടുള്ള സ്ഥലങ്ങളുണ്ട്. ഇപ്പോൾ നമുക്കത് എന്തൊക്കെയാണെന്നും നമുക്കത് എങ്ങനെ നമുക്ക് നേട്ടങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളത് മനസ്സിലാക്കാം. ഇത് ഒരു വീടിൻ്റെ പ്ലാനാണ്. വീടിൻ്റെ പ്ലാനിൽ ഇത് വെസ്റ്റ്, ഇത് ഈസ്റ്റ്, ഇത് നോർത്ത്, ഇത് സൗത്ത്, ഇങ്ങനെ ഇതിനെ 4ആയിട്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഇത്രയും ഭാഗത്ത് നോർത്ത് ഈസ്റ്റിൽ തുളസി നടുന്നത് അത്ര നല്ലതല്ല എന്ന് പറയുന്നുണ്ട്. ചില പുസ്തകങ്ങളിലും ചിലതിലും പറയുന്നുണ്ട് ആ ഭാഗത്ത് നടാമെന്ന് പറയുന്നുണ്ട്. പക്ഷെ ആ ഭാഗത്ത് നടുന്നത് അത്ര നല്ലതല്ല. ഏറ്റവും നല്ലത് തെക്ക് പടിഞ്ഞാറ് ഈ ഭാഗത്ത് നടാം എന്നുള്ളതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ തുളസി ഇവിടെ നടുകയാണെന്നുണ്ടെങ്കിൽ ഈ വീടിൻ്റെ വാസ്തുദോഷം ഒരു പരിധി വരെ പരിഹരിക്കാനായിട്ട് ഈ തുളസി ചെടി കൊണ്ട് നമുക്ക് സാധിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ മുതൽ ഈ വടക്ക് കിഴക്ക് ഭാഗം ഒഴിവാക്കിയിട്ട് ബാക്കി ഇത്രയും സ്ഥലത്ത് നമുക്കിത് നടാം. പക്ഷേ ഏറ്റവും അഭികാമ്യമായിട്ടുള്ളത് ഈ കന്നിമൂല ഭാഗത്ത് നടന്നതാണ്. പിന്നെ ചില വീടുകളിൽ വീടിൻ്റെ നേരെ ഫ്രണ്ടിൽ മെയിൻ ഡോറിൻ്റെ നേരെയായിട്ട് തുളസിത്തറ ഇവിടെ ഇങ്ങനെ ചെയ്തിട്ട് വെക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അത് വൃക്ഷവേദം എന്ന് പറഞ്ഞിട്ടൊരു ദോഷം അത് ഉളവാക്കുമെന്നാണ് പറയുന്നത്. അപ്പം നേരെ ആ ഒരു ഫ്രണ്ടിൽ നിന്നുള്ളത് വാതിലിൻ്റെ നേരെ ഒന്ന് മാറ്റി ചെയ്യുന്നത് നല്ലതായിരിക്കും. അപ്പം മാത്രവുമല്ല, ഇതിൻ്റെ നേരെ ഫ്രണ്ടിൽ വരുന്ന ഒരു തരത്തിലുള്ള വൃക്ഷങ്ങളോ ഒരു മരയോ അത് പാടില്ല. അപ്പോൾ അത് ഒഴിവാക്കിയിട്ട് ഈ ഭാഗത്ത് ചെയ്യുന്നതായിരിക്കും ഉത്തമം. ചില വീടിൻ്റെ പഴയ വീടുകളിൽ വീടിൻ്റെ മധ്യഭാഗത്തായിട്ട് ഇത് ചെയ്യുന്നുണ്ട്. അതും വളരെ ഉത്തമമായിട്ട് കണക്കാക്കുന്നുണ്ട്. ഇത് ഒരു ഭാഗം ഒന്ന് ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും. അപ്പം തുളസി കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി നേട്ടങ്ങൾ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.